ഗൈസ്, ജോഫോട്ടക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിനെ കണ്ട പോലെ തന്നെ നല്ല രീതിയിൽ ഗ്രോ ആയ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള പ്ലേ ബട്ടൺ മേടിക്കാനായ അല്ലെങ്കിൽ മോണിറ്റൈസേഷനായ ചാനലുകളടക്കം ഒരു വാണിങ്ങോ ഒരു മുന്നറിയിപ്പോ ഇല്ലാതെ ഡിലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റിമൂവ് ആവുകയാണ്. യൂട്യൂബിൻ്റെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒറ്റയടിക്ക് റിമൂവ് ആവുകയാണ്. അപ്പീൽ ചെയ്തിട്ട് പോലും കിട്ടാതെ, എന്താണ് നമ്മൾ ചെയ്ത തെറ്റെന്ന് പോലും മനസ്സിലാകാതെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ ഇന്നലെയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ്. മോണിറ്റൈസേഷൻ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി, എല്ലാം ഓക്കെ ആയി. ആൻസേഴ്സിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. $70 നമ്മുടെ ആൻസേഴ്സിനകത്തുള്ള ഒരു ചാനൽ കഴിഞ്ഞ ദിവസം ഡിലീറ്റ് ആയി. അതേപോലെ തന്നെ ഒരുപാട് പേരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇതേ കാര്യത്തിന് വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഡിലീറ്റ് ആകുന്നത് നിങ്ങൾക്കറിയാം. ഇത്രയ്ക്കും മോണിറ്റൈസേഷനായി ഇത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾ ഡിലീറ്റ് ആവുകയാണെങ്കിൽ സാധാരണക്കാരായ പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമ്മുടെ ചാനൽ നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയാണ്. നമ്മളെല്ലാവരുടെയും സ്വപ്നം എന്താണ്? നമ്മുടെ സ്വപ്നം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയും ഈ ഒരു യൂട്യൂബിനകത്ത് ഒരു വരുമാനം മേടിക്കണം, ആദ്യത്തെ ഒരു പൈസയെങ്കിലും നമ്മുടെ കയ്യിൽ മേടിച്ചെടുക്കണം, ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ഇങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹത്തോടെയാണ് നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നത്, അല്ലേ? പാഷൻ്റെ പുറത്ത് വരുന്ന ആൾക്കാർ കുറഞ്ഞതേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും വരുമാനം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് യൂട്യൂബിൻ്റെ അകത്തോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ തെറ്റുകളാണ് നമ്മുടെ ചാനൽ ഒരു മെയിൽ പോലും യൂട്യൂബ് അയക്കാതെ ഒറ്റയടിക്ക് ടെർമിനേറ്റ് ആയി കളയുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നത്? നിങ്ങൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വീഡിയോ ചെയ്യാൻ വേണ്ടി? അല്ലെങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ വക്കോളം എത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ പ്ലേ ബട്ടൺ അടക്കം കിട്ടിയിട്ട് ആ പ്ലേ ബട്ടൺ വെറുതെ ഒരു ചാനലില്ലാത്തൊരു പ്ലേ ബട്ടണായി മാറും. അതായത് നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് മോണിറ്റൈസേഷൻ കിട്ടി, നിങ്ങൾക്ക് 1 lakh സബ് കഴിഞ്ഞു, നിങ്ങളുടെ കയ്യിൽ പ്ലേ ബട്ടൺ കിട്ടി, പ്ലേ ബട്ടൺ അടക്കം എന്തും വെറുതെ ഒരു ചാനലിൻ്റെ പേര് മാത്രം എഴുതി വെറുതെ ഭിത്തി തൂക്കാൻ വേണ്ടി മാത്രം പറ്റുന്നൊരു അവസ്ഥയെ മാറും. ഈ ഒരു ദാരുണമായ അവസ്ഥേൻ്റെ അകത്തുനിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ഒരുപാട് പേരുടെ കരച്ചിലാണ് കാണുന്നത്. കാരണം അവരുടെ പ്രതീക്ഷയായിരുന്നു, ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് ഓരോ ചാനൽ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോരുത്തർ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? പെട്ടെന്ന് ഒറ്റയടിക്ക് ഡിലീറ്റ് ആയി പോകുമ്പോൾ, ചെറിയൊരു ചാനൽ ഡിലീറ്റ് ആയി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ചെറിയൊരു ചാനൽ തുടങ്ങിയൊരു ചാനൽ ഡിലീറ്റ് ആയി എത്ര സങ്കടം ഉണ്ടാവും? അതേപോലെ ആ ഒരു അവസ്ഥയിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള, ഒരുപാട് വരുമാനം നമ്മുടെ ആൻസേഴ്സിൻ്റെ അകത്ത് വരുമാനം കെട്ടിക്കിടക്കുന്ന ചാനൽ ഡിലീറ്റ് ആയി എത്ര സങ്കടം ഉണ്ടാവും? അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റുകൊണ്ട് മാത്രമാണ് ചാനൽ ടെർമിനേറ്റ് ആകുന്നത്. യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്, ഒരുപാട് പോളിസികളുണ്ട്. ആ പോളിസിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ യാതൊരു മുന്നറിയിപ്പില്ലാതെ ചാനൽ ഡിലീറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം ഒരു 10 പോയിന്റുകളാണ്. ഓക്കെ, ആ 10 പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ അത് ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഓരോന്ന് ഒക്കൗട്ട് ഞാൻ പറഞ്ഞുതരും. കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മറന്നു പോകുന്നതിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, ഒരാളെയും ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് ഒരാളെയും, ഒരു മൃഗത്തെ പോലും, ഒരാളെ മാത്രമല്ല, മനുഷ്യന്മാരെ മാത്രമല്ല, ഒരു മൃഗങ്ങളെ പോലും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ ഒരു വഴി കൂടെ പോകുന്ന ഒരു പട്ടിയെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞിട്ട് അത് കിടന്ന് കരയുന്ന വീഡിയോ ഇട്ട് തന്നെ അതും ഒരു വയലേഷനാണ്. ഒരാളെയും നമ്മൾ ഉപദ്രവിക്കുന്ന വീഡിയോസ്, അല്ലെങ്കിൽ ഒരാളെ അടിക്കുന്നത്, നമ്മളിപ്പം വഴി കൂടെ പോകുന്ന സമയത്ത് ഭയങ്കര അടിപിടി കാണുമ്പോൾ അവരെ പിടിച്ച് അടിക്കുന്നതോ, അവരുടെ ബ്ലഡ് വരുന്നതോ, അതായത് ഇപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊട്ടിയിട്ട് ബ്ലഡ് വരുന്നത്, ഇങ്ങനെയുള്ള വയലേഷനുള്ള വീഡിയോസ് ഒന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡൻസിനെതിരാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ഒരാൾ എന്താ പറയുക സ്ട്രൈക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആ ഒരു വീഡിയോയ്ക്ക് ഒന്ന് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു വയലേഷൻ യൂട്യൂബ് കണ്ടു കഴിഞ്ഞാൽ യാതൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല, ചാനൽ പോകും. എത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായിട്ട് കാര്യമില്ല. ഓക്കെ, അടുത്തായിട്ട് വരുന്ന കണ്ടന്റാണ് റിപ്പറ്റേറ്റീവ് കണ്ടന്റ്. നിങ്ങൾക്കറിയാം എന്താണ് റിപ്പറ്റേറ്റീവ് കണ്ടന്റ്? റിപ്പറ്റേറ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് ഒരു ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടാത്തൊരു സംഭവമാണ് റിപ്പറ്റേറ്റീവ് കണ്ടന്റ്. ഓക്കെ, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ചാനൽ ഡിലീറ്റ് ആകാൻ മാത്രമല്ല നമ്മുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കിട്ടാത്തൊരു സംഭവമാണ്. എവിടെ നോക്കിയാലും ഒരുപോലത്തെ തമ്പനയിൽ, നമ്മുടെ ചാനലിൽ ഒരുപോലെയുള്ള തമ്പനയിലുകൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപോലെയുള്ള ഡിസ്ക്രിപ്ഷൻ പോലത്തെ #, കാര്യങ്ങൾ സെയിം സാധനം എല്ലാ വീഡിയോയ്ക്കും ഒരേപോലെ ഉപയോഗിക്കുക.
പിന്നെ ക്യാപ്ഷൻ കാര്യങ്ങൾ നമ്മളിപ്പോൾ ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ കിട്ടിയില്ല. കാരണം എനിക്കൊന്നും അതിൻ്റെ അകത്ത് ലൈവിൻ്റെ അകത്ത് ഒരുപാട് എല്ലാ ലൈവിനും ഒരേ ഇതാണ്, ടൈറ്റിൽ കൊടുക്കുന്നത്. അങ്ങനെ യൂട്യൂബായിട്ട് യാതൊരു എന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ഒരുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അത് റിപ്പറ്റേറ്റീവ് കണ്ടന്റാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ആൾക്കാർ കുറച്ച് തുടക്കക്കാർക്കല്ല, കുറച്ച് ഒരു റീച്ച് ആയി കഴിയുന്ന സമയത്ത് ഏകദേശം പേർക്കും പറ്റുന്ന സംഭവമാണ് അനാവശ്യമായ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു പ്രൊമോഷൻ നമുക്ക് കിട്ടി, നിങ്ങൾക്കറിയാം പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൻ്റെ അകത്ത് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാത്ത ഒരു ആപ്പും, അതായത് രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു ആപ്പ് പോലും നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. നമ്മൾ ആലോചിക്കണം, ഒരുപാട് ആപ്പുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യും അല്ലേ, നമ്മളെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ അത്യാവശ്യം റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് തന്നെ കൂട്ടിക്കോ, യൂട്യൂബിൻ്റെ കാര്യം പോട്ടെ, ഇൻസ്റ്റാഗ്രാമിനകത്ത് നമുക്ക് കുറച്ച് റീച്ചായി ഒരുപാട് പേര് നമ്മളെ പ്രൊമോഷൻ കോൺടാക്ട് ചെയ്യും. അത് ചെയ്ത് കൊളാബ് ചെയ്യും, മറ്റേതാക്കി മറിച്ചാക്കുന്ന ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിനകത്ത് നമുക്ക് അത്ര വിഷയമല്ല, കാരണം ഇൻസ്റ്റാഗ്രാമിനകത്ത് അതൊരു പൈസ കിട്ടുന്ന, ഇപ്പോൾ ഏകദേശം നമുക്ക് യൂട്യൂബ് പോലെ ഫേസ്ബുക്ക് പോലെ നമുക്കൊരു വരുമാനം കിട്ടുന്ന ഒരു ആപ്പല്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, പക്ഷേ യൂട്യൂബിൻ്റെ അകത്ത് അങ്ങനെയല്ല. യൂട്യൂബ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വരുമാനം തരുന്ന ഒരു ആപ്പാണ്. അത് അതിൻ്റേതായ ഗൈഡൻസും കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ചെറിയ പ്രശ്നം പറ്റി കഴിഞ്ഞാൽ അന്നേരം യൂട്യൂബ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആക്കും. അപ്പം ഒരു കാരണവശാലും അനാവശ്യമായ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് നമ്മൾ കോപ്പി ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി, ഒരു വീഡിയോയുടെ ഒരു ആപ്പിൻ്റെ പ്രൊമോഷനാണ്, അനാവശ്യമായ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു ആപ്പിൻ്റെ പോലും പ്രൊമോഷൻ ചെയ്യാൻ പാടില്ല. പ്രൊമോഷൻ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കോപ്പി വെക്കാൻ പാടില്ല, ചാനൽ ടെർമിനേറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് വരുന്ന പോരുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ്. നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഒരുപാട് രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരുപാട് ഈ ആപ്പുകൾ കാര്യങ്ങൾ പിന്നെ മറ്റേ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആളുകളെ ഒരു രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ കണ്ടായിരുന്നു, എവിടെയോ ഒരാൾ ഒരു എന്താ പറയുക കടുവ ഇറങ്ങി, നമ്മുടെ നാട്ടിലെ ഞാൻ കഴിഞ്ഞ ഫേസ്ബുക്കിൽ എവിടെയോ കണ്ടാണ്, അതായത് കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അയാളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടു. യൂട്യൂബിൻ്റെ അകത്ത് ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ടുണ്ടാവും, കടുവ ഇറങ്ങി, ഇന്ന സ്ഥലത്തൊരു കടുവ ഇറങ്ങി, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണത്. ഓക്കെ, അത് റിവ്യൂ ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. അപ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്രോമിസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ്. നമ്മൾ പറയാണ് നമ്മൾ ഇന്നൊരു ആപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെ റമ്മി, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട്. നമ്മളിപ്പം പണമിടപാടുമായി ബന്ധപ്പെട്ട ഒരുപാട് ആപ്പുകളുണ്ട്. ഓക്കെ, വഞ്ചനാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് ചെയ്ത് കഴിഞ്ഞാലും ചാനൽ ടെർമിനേറ്റ് ആവും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുകയാണ്, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു ആപ്പിനകത്ത് നമ്മൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്ര രൂപ നിങ്ങൾക്ക് കിട്ടും, ഇത്ര രൂപ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തായത് പ്രോമിസ് ചെയ്യണം. ഒരാൾക്കാരോട് നമ്മൾ പ്രോമിസ് ചെയ്യണം. പക്ഷെ അത് കിട്ടൂല. നമ്മൾ കള്ളത്തരം പറയുന്നതാണ്. നമുക്കറിയാം ഒരു ആപ്പിൻ്റെ അകത്തും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കും സ്ഥിരമായിട്ടൊരു വരുമാനം ഒരാപ്പും കൊടുക്കുന്നതല്ല. സ്ഥിരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് യൂട്യൂബിൻ്റെ അകത്താണെങ്കിലും ഫേസ്ബുക്കിൻ്റെ അകത്താണെങ്കിലും ഏത് ആപ്പിൻ്റെ അകത്ത് വർക്ക് ചെയ്താലും നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അല്ലാണ്ട് സ്ഥിരമായിട്ടൊരു വരുമാനം ഗവൺമെന്റ് ജോലിക്കാർക്ക് കിട്ടുന്ന പോലത്തെ ഒരു വരുമാനം ഒരിക്കലും നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് വേറൊരു ആപ്ലിക്കേഷൻ അന്ന് കിട്ടൂല. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇന്ന സംഭവത്തിനകത്ത് വർക്ക് ചെയ്താൽ കറക്റ്റായിട്ട് കറക്റ്റ് ഒരു പൈസ നമുക്ക് കിട്ടും, ഒരു പൈസയായി ബന്ധപ്പെട്ട് ഇത്ര പറയാന്ന് പറഞ്ഞാൽ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്നുള്ള വിവരമാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ ടെർമിനേഷനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അടുത്തായിട്ടുള്ള സ്കാം വീഡിയോസ് മനസ്സിലായോ? അതായത് സ്കാമായി ബന്ധപ്പെട്ട, അതായത് ഒരുപാട് തട്ടിപ്പ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ലോട്ടറി തട്ടിപ്പ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഒരുപാട് യൂട്യൂബ് ചാനൽ, ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ പേരിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഈ ലോട്ടറി ഈ വീടൊക്കെ വിൽക്കാൻ വേണ്ടി പൈസ ഇല്ലാതിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജപ്തിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഈ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കാണാം. അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് അതൊക്കെ ഒരിക്കലും യൂട്യൂബ് ആപ്ലിക്കേഷനകത്ത് ഒരിക്കലും അനുവദനീയമായിട്ടുള്ള കാര്യമല്ല. ചാനൽ ടെർമിനേറ്റ് ആയി പോകും. അപ്പോൾ സ്കാം വീഡിയോസ് ആണ് അതൊക്കെ. അങ്ങനെയുള്ള വീഡിയോസ് ഒരിക്കലും നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനകത്ത് ആൾക്കാർ എത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ല. യൂട്യൂബിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് പണി കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ പണമിടപാട് വീഡിയോസ് അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണമിടപാട് വീഡിയോസ്. അതായത് നമ്മളിപ്പം നമ്മൾ പൈസ ഒരിക്കലും നമ്മുടെ ചാനലിനകത്ത് പൈസ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ പാടില്ല. ഇന്നതാണ്, ഇങ്ങനെയാണ്, ഇന്ന ചെയ്താൽ ഇത്ര കിട്ടും, ഇത്ര ലക്ഷം രൂപ നമുക്ക് സമ്പാദിക്കാനാവും, ഇങ്ങനെ ഇത്ര വരുമാനം ഉണ്ടാവും അവിടെ കൊടുക്കുക. അങ്ങനെ പണമിടപാടുമായി ബന്ധപ്പെട്ട ഒരുപാട് ആപ്പുകൾ കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം, അവസാനത്തെ 2 പോയിന്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. മെയിൻ ആയിട്ടുള്ള കാര്യമാണ്, ഒരാളും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരാളെ ഉപദ്രവിക്കുന്നതോ അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഒരാൾ മരിക്കുന്നത്,
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണുങ്ങളുടെ ചാനൽ കയറി. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അല്ല, ഒരു പുള്ളിക്കാരി എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി. ഒരു ചേച്ചിയാണ്, വാസള ചേച്ചിയാണ്. ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി, എനിക്ക് ഒരു രീതിയിലും തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, ഞാൻ അപ്പീലൊക്കെ ചെയ്തോ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഒരു വയലേഷൻ ചെയ്തിട്ടുണ്ടാവില്ല? ഒരു വയലേഷൻ ചെയ്യണം നമ്മുടെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്യൂല, എന്തായാലും വയലേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടായിരുന്നു, എന്നാ അറിയത്തില്ല, ഒറ്റ പ്രാവശ്യമോ നമുക്കറിയാം ആ 3 സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവുക. പൊതുവേ നമ്മുടെ ചാനലിനകത്ത് 3 സ്ട്രൈക്ക്, കമ്മ്യൂണിറ്റി സ്ട്രൈക്ക്, കോപ്പറേറ്റ് സ്ട്രൈക്ക് 3 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു സ്ട്രൈക്ക് പോലും വരാ ചാനലിനകത്ത് പെട്ടെന്ന് ചാനൽ റിമൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? ആ ചേച്ചി ഒരു ചേച്ചി ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് കിണറ്റിലോട്ട് ചാടുന്ന വീഡിയോ, ഒറിജിനലായിട്ട് സംഭവിച്ച കാര്യമാണ്. ഒരു ചേച്ചി ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് എന്തോ ആത്മഹത്യ ചെയ്യുന്ന വീഡിയോസാണ്. ഓക്കെ, ആത്മഹത്യ ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഒരു കിണറ്റിലോട്ട് എടുത്ത് ചാടുന്ന വീഡിയോസ് എടുത്തിട്ട് നേരെ എടുത്തിട്ട് എന്തായി, യൂട്യൂബിൽ എടുത്തിട്ടു, ഒരു ഷോർട്ടാക്കി എടുത്തിട്ടു, സ്പോട്ടിൽ ചാനൽ പോയി. കാരണം ഒരാൾ മരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊല്ലുന്നത്, ഒരു രീതിയിലും ഒരാളെ എന്താ പറയുക, മരിക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട യാതൊരു വീഡിയോസും ചാനലിൽ എടുത്തിടാൻ പാടില്ല. അത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെതിരാണ്, നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ഓക്കെ, കുട്ടികളെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികളെ ഉൾപ്പെടുത്തി ലൈവ് പോവുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ അകത്ത് ഓവറായിട്ട് ഡ്രസ്സ് ഇടാതെ നെയ്ക്കഡ് ആയിട്ടുള്ള, നമ്മൾ പറയാം, നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മളെല്ലാം, എൻ്റെ വീടിനകത്ത് എൻ്റെ കുട്ടികൾ ഒരു ചെറിയ കുഞ്ഞു കുട്ടികളെ എപ്പോഴും അവർക്ക് ചൂടെടുക്കുമായിരിക്കും, അവരെപ്പോഴും നമ്മൾ ഡ്രസ്സ് ഇടണമെന്ന് നടത്തൂല. അവർ കുഞ്ഞു ഷഡിയൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ സ്നഗ്ഗി ഇട്ടോ അങ്ങനെയൊക്കെ പിള്ളേർ നടക്കുക അല്ലേ. നമ്മളെപ്പോലെ തന്നെ എപ്പോഴും ഫുൾ ഡ്രസ്സഡ് ആയിട്ടൊന്നും കുട്ടികൾ നടക്കൂല, അവർ ഊരിക്കളയും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂട്യൂബിന് അത് നോക്കേണ്ട കാര്യം, യൂട്യൂബ് ഒരിക്കലും നമ്മുടെ ഒരു കുട്ടികൾ റെസ്റ്റോറൻറ്റ് വീട്ടിൽ നടക്കുന്നില്ലേ, പാവം കുഞ്ഞിതല്ലേ, അങ്ങനത്തെ ഒരു ഇതില്ല. കുട്ടികളുടെ കാര്യത്തിൽ യൂട്യൂബിന് ഒരു ദാക്ഷിണ്യവും ഇല്ല, സ്പോട്ടിൽ ചാനൽ ടെർമിനേറ്റ് ആയിക്കളയും. അതുകൊണ്ട് കുട്ടികളെ കൂട്ടിയിട്ട് ലൈവ് പോകാൻ, പിന്നെ അത് മാത്രമല്ല, ലൈവ് പോകുന്ന സമയത്ത് പ്രത്യേകത ഉണ്ട്, കുട്ടികൾ നമ്മളെപ്പോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് മിണ്ടാണ്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല. അവർ കിടന്ന് കാറും ചിരിക്കും, ഭയങ്കരമായിട്ട് കരയും, ഇതൊക്കെ ഭയങ്കര വയലേഷനാണ്. അപ്പോൾ ഒരു കാരണവശാലും ചെറിയ കുട്ടികളെ കൂട്ടിയിട്ട് 13 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളെ കൂട്ടിയിട്ട് പരമാവധി ലൈവിൻ്റെ അകത്ത് പോകാൻ പാടില്ല, ചാനൽ ടെർമിനേറ്റ് ആയി പോകും. പിന്നെ അടുത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോസിനകത്ത് ഷോർട്ടിനകത്തൊക്കെ ചെറിയ കുട്ടികളെ ഡ്രസ്സ് ഇടാതെയോ കുട്ടികളെ കൂട്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അടുത്തൊരു കത്തി വെച്ച് നമ്മൾ പച്ചക്കറി അരിയുന്ന വീഡിയോ ഇട്ടാൽ തന്നെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് നമ്മുടെ അനുഭവത്തിൽ നിന്നും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വീഡിയോസുള്ള ഒരുപാട് ചാനലുകളുണ്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു ടൈപ്പ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കാലമായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനെ ഒരുപാട് പേര് ഈ ഒരു കാര്യം പിന്നെ ആവർത്തിക്കുന്നു. നമ്മുടെ വീഡിയോ പുറകിലായിപ്പോയി, ആ വീഡിയോസ് ആരും കാണുന്നില്ല. ഒരുപാട് ചാനലിലെ വീഡിയോസ് നല്ല നല്ല യൂട്യൂബേഴ്സ് ചെയ്തു തരുന്നുണ്ട് ട്രിക്കുകാർ, പക്ഷേ അവരൊന്നും കാണുന്നില്ല, അവർ പിന്നെയും ശ്രദ്ധിക്കുന്നില്ല. അവർക്കൊരു വ്യൂ കിട്ടും തോന്നുമ്പോൾ അവർ പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ എടുത്തിടും. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാൽ ഇത്ര കാര്യം, നമ്മൾ 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അത് ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാനൽ ടെർമിനേറ്റ് ആയി പോകും. പിന്നെ സങ്കടപ്പെട്ട് കാര്യമില്ല. നമ്മൾ മൊത്തം ഒരുപാട് എത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ പരമാവധി ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.